ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 259 ഭാഗത്തിലേക്ക് സ്വാഗതം. ജയ് സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത SV കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ ഇടുക്കി. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി ലക്ഷ്മി മേനോൻ മഞ്ചേരി. സായിരാം. ലക്ഷ്മി മേനോൻ. സായിരാം. നമ്മുടെ കോർഡിനേറ്റർ ഭഗവാന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ലക്ഷ്മി വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങണേ. സായിരാം. ഗീത തുടങ്ങിക്കോളൂ. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിരാം. വായിച്ചു തുടങ്ങിക്കോളൂ. ഓഡിയോ ഓൺ അല്ല. ഓഡിയോ ഓൺ ചെയ്യൂ. ഓഡിയോ ഓൺ അല്ല. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ കോടിക്കോടി പ്രണാമം. ഞാനിന്ന് വായിക്കാൻ പോകുന്ന പ്രേമവാഹിനിയിലെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ്. പ്രേമവാഹിനി. ശ്രേഷ്ഠ ഗുണങ്ങളാണ് സാധകന്റെ മാർഗം രൂപീകരിക്കുന്നത്. മനുഷ്യന് വിവേക സമ്പാദനത്തിനായിട്ടുള്ള വഴികൾ മറ്റെല്ലാ യുഗങ്ങളെക്കാൾ എത്രയോ അധികം കലിയുഗം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസമാണ് ആവശ്യമെങ്കിൽ അതിനായിട്ടുള്ള ഒന്ന് പൊങ്ങിയിരിക്കോ. വിദ്യാഭ്യാസമാണ് ആവശ്യമെങ്കിൽ അതിനായിട്ടുള്ള സ്കൂളുകളും സ്ഥാപനങ്ങളും ഒട്ടേറെയുണ്ട്. ഒരാൾക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ശ്രമം ചെയ്ത് മാന്യനിലയിൽ അത് നേടാൻ കഴിയുന്ന തരത്തിലുള്ള മാർഗങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യർക്ക് സുഖമോ ശാന്തിയോ വർദ്ധിക്കുന്നതായി നാം കാണുന്നില്ല. കഷ്ടതകൾ മുൻ യുഗങ്ങളെക്കാൾ എത്രയോ അധികം തന്നെ. എന്താണ് ഇതിനു കാരണം? മാനുഷിക ശീലം, മനുഷ്യന്റെ ജീവിത രീതി അതുതന്നെ കാരണം. ജീവിത വികസനത്തിൽ ശ്രേഷ്ഠമായത് നിശ്ചയമായും മനുഷ്യ ജീവിതം തന്നെ. അതിനെ അർത്ഥവത്താക്കാൻ ആധ്യാത്മിക യത്നം, പരിശുദ്ധവും പുണ്യവുമായ യത്നം അത്യാവശ്യമാണ്. ഈ ജീവിത രീതിക്ക് സ്വഭാവമാണ് സർവപ്രാധാന്യമായത്. സ്വഭാവം ജീവിതത്തെ അക്ഷയമാക്കി തീർക്കുന്നു. അത് മരണത്തെ പോലും ജയിക്കുന്നതാണ്. ജ്ഞാനമാണ് ബലം എന്ന് ചിലർ പറയുന്നുണ്ട്. അത് ശരിയല്ല. സ്വഭാവമാണ് ബലം. ജ്ഞാനസമ്പാദനത്തിനും സ്വഭാവ ഗുണം വേണം. അതുകൊണ്ട് ഓരോരുത്തരും ദോഷാംശം ഒട്ടുമില്ലാതെ നിഷ്കളങ്ക സ്വഭാവം ഉണ്ടാവാൻ ആഗ്രഹിക്കണം. ബുദ്ധൻ, യേശുക്രിസ്തു, ശങ്കരാചാര്യർ, വിവേകാനന്ദൻ, മഹായോഗികൾ, സിദ്ധന്മാർ, ഭഗവത് ഭക്തന്മാർ ഇവരെല്ലാം ഇന്ന് മനുഷ്യ സ്മരണയിൽ നിലനിന്നു വരുന്നതിനെ പറ്റി ഓർത്തു നോക്കൂ. അവരെയെല്ലാം ഈ കാലം അത്രയും സ്മരണീയമാക്കി തീർത്തത് എന്തു ഗുണമാണ്? അത് അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവ ഗുണമാണെന്ന് ഞാൻ പറയുന്നു. സമ്പത്ത്, വിദ്യാഭ്യാസം,
സാമുദായിക നില ഇവയെല്ലാം ഉണ്ടായാലും സ്വഭാവ ഗുണമില്ലെങ്കിൽ അതൊക്കെ നിഷ്ഫലം തന്നെ. അത് പുഷ്പത്തിന്റെ സൗരഭ്യമാണ്. അത് വിലയും യോഗ്യതയും നൽകുന്നു. കവികൾ, ചിത്രകാരന്മാർ, ശില്പികൾ, ശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം അവരവരുടെ രംഗത്തിൽ ഓരോരുത്തരും മഹാത്മ്യമുള്ളവരായിരിക്കാം. പക്ഷെ സ്വഭാവ ഗുണമില്ലെങ്കിൽ അവർക്ക് സമുദായത്തിൽ സ്ഥാനമുണ്ടാവാൻ കഴിയില്ല. ഇപ്പോൾ സമുദായം ആദരിച്ചു വന്ദിക്കുന്നവർക്ക് എല്ലാവർക്കും മാഹാത്മ്യത്തിനും അത്യാവശ്യമെന്ന് നാം കരുതുന്ന സ്വഭാവ ഗുണമുണ്ടോ എന്ന് തീർച്ചയായും സംശയങ്ങൾ ഉദിക്കും. ചില അഭേദ്യ തത്വത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സമുദായത്തെയും സ്വഭാവത്തെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. ദിവസം പ്രതി ചില ഗുണങ്ങൾക്ക് സമുദായം വിവിധ രീതിയിലുള്ള പ്രാധാന്യം ഘടിപ്പിക്കുകയും സമുദായത്തിന്റെ ആ അസ്ഥിരതയ്ക്കനുസരിച്ച് സ്വഭാവ പരിഷ്കാരം മാറുകയും ചെയ്യുന്നു. പക്ഷെ നിഷ്കളങ്കമായ സ്വഭാവത്തിന്റെ അടിസ്ഥാന തത്വം നിത്യമായതാണ്. സമുദായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായാലും ആ തത്വം ഒന്നു തന്നെ. ആ ഭാവനയിൽ അത് മറ്റൊരു നിത്യവസ്തുവായ ആത്മാവിനോട് ഐക്യം പ്രാപിച്ച് അനശ്വരമായതാണ്. നിഷ്കളങ്ക സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളിൽ സ്നേഹം, ക്ഷമ, സഹിഷ്ണുത, ദാർഢ്യം, ധർമ്മം ഇവയാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഇവയെയാണ് ബഹുമാനിക്കേണ്ടതും. ഓരോ ദിവസവും നാം ചെയ്യുന്ന 100 കാര്യങ്ങൾ ശീലത്തിൽ ഉറയ്ക്കുന്നു. ഈ ശീലങ്ങൾ ബുദ്ധിയെ രൂപീകരിച്ച് നമ്മുടെ വീക്ഷണത്തെയും ജീവിതത്തെയും വാർത്തെടുക്കും. നമ്മുടെ അനുമാനത്തിൽ നാം നിർമ്മിക്കുന്നതും നമ്മുടെ ആദർശങ്ങൾ നേടുന്നതും നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതും എല്ലാം മനസ്സിൽ മാച്ചു കളയാൻ കഴിയാത്ത തരത്തിൽ പതിയുന്നു. ഇവയിൽ കെട്ടിപ്പിണഞ്ഞ് നാം നമ്മുടെ ജ്ഞാനവും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന്റെ ചിത്രവും രൂപീകരിച്ച് ഈ ചിത്രത്തിനോടാണ് നാം ബന്ധപ്പെടുന്നത്. മനുഷ്യന്റെ വർത്തമാനകാലം അയാളുടെ ഭൂതകാലത്തിന്റെ ഫലമാണ്. ആ ദീർഘകാലത്തിനിടയിൽ രൂപീകരിച്ചതാണ് ശീലങ്ങളും. അയാളുടെ സ്വഭാവത്തിന്റെ പ്രകൃതി എന്തായിരുന്നാലും അത് പരിചിതമായ വിചാരത്തിന്റെയും സങ്കല്പത്തിന്റെയും രീതി ഒന്ന് പുതുക്കുന്നതായാൽ തീർച്ചയായും വ്യത്യസ്തമാകാൻ കഴിയും. കുറ്റം തീർത്ത് നന്നാകാനാവാത്ത ഒരു മനുഷ്യനുമില്ല. കൊള്ളക്കാരനായ അങ്കുലിമാലയെ ബുദ്ധൻ ആർദ്രഹൃദയനാക്കി തീർത്തില്ലേ? രത്നാകരൻ എന്ന കള്ളൻ മഹർഷിയായ വാൽമീകിയായി തീർന്നില്ലേ? ബുദ്ധിപൂർവമായ യത്നം കൊണ്ട് ശീലം മാറ്റാനും സ്വഭാവം നന്നാക്കാനും കഴിയും. മനുഷ്യന് അയാളിൽ തന്നെ സ്വാധീനമായ നിലയിൽ അയാളുടെ ദുർവാസനകളെ വിളിക്കാനും ദുശ്ശീലങ്ങളെ മാറ്റാനുമുള്ള പ്രാപ്തി എല്ലായ്പ്പോഴും ഉണ്ട്. മനുഷ്യരെ ലോകത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന വിധം ശീലങ്ങളെ തള്ളിക്കളഞ്ഞ് നിസ്വാർത്ഥ സേവനം, ത്യാഗം, ഭക്തി, പ്രാർത്ഥന, യുക്തി ഇവ കൊണ്ട് ദൈവിക മാർഗത്തിലൂടെ നമ്മെ നയിക്കുന്ന നൂതന ശീലങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ വരുത്താൻ സാധിക്കും. ഈ സ്വഭാവത്തിന്റെ പ്രകൃതിയെ, അതിന്റെ രീതികളും ചഞ്ചലതകളും ചർച്ച ചെയ്യുക, അതിനെ പുനഃസംവിധാനം ചെയ്യാനുള്ള ഗതി ഗ്രഹിപ്പിക്കുക. ഇവയാണ് എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, കവിതകൾ, ഇതിഹാസങ്ങൾ മുതലായ പുസ്തകങ്ങളുടെയും മാസികകളുടെയും ഉദ്ദേശം. സനാതന സാരഥിയുടെ ലക്ഷ്യവും ഇതുതന്നെ. അത് വ്യുൽപ്പത്തി പ്രദർശനത്തെയോ പേരും പെരുമയെയോ രണ്ടും തേടുന്നില്ല. പക്ഷെ ഒന്നും പറയാതെ കഴിയില്ല. ഒരു പുസ്തകമോ പത്രമോ വെറുതെ വായിക്കുന്നത് കൊണ്ട് മാത്രം വിവേകവും വിചക്ഷണവും ഉണ്ടാവുകയില്ല. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം യഥാർത്ഥ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. അതുകൂടാതെ വായിക്കുന്നത് വെറുതെ സമയം വ്യർത്ഥമാക്കുക മാത്രം. സമയം കളയാൻ വല്ലതും വായിക്കുന്ന പക്ഷം അത് സമയത്തോടു കൂടി തന്നെ പോകും. ബാക്കിയൊന്നും ശേഷിക്കുകയില്ല. കണ്ടിന്യൂ ചെയ്യട്ടെ. പുസ്തക പഠനവും ഏകാഗ്രതയും. പുസ്തകങ്ങൾ ധാരാളം കിട്ടാനുണ്ട്. അത് നിസ്സാര വിലയ്ക്കും വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ ഇവയെല്ലാം എല്ലാവർക്കും മേടിക്കാനും വായിക്കാനും കഴിയും. ഗുരുക്കന്മാർക്ക് ക്ഷാമമില്ല. പേരിന് ജ്ഞാനദാനം നൽകുന്ന വിദ്യാപീഠങ്ങളും സമ്പൂർണമാണ്. പ്രാപ്യ നിലയിൽ മാനസിക പരിശീലനം. സായിറാം മാം. അനുഭവം പറഞ്ഞു തുടങ്ങിക്കോളൂ ലക്ഷ്മി. സായിറാം. അനുഭവം എന്ന് പറയുമ്പോൾ
ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്കില്ല. അതിനു മുമ്പ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. ആരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ. ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് ആണല്ലോ ഇപ്പത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അല്ലേ, ബാബു ഹസ്ബൻഡ്. അതെ, അപ്പൊ അതൊക്കെ ഒന്ന് വളരെ പറഞ്ഞോളൂ സൈറ. ഞാൻ മലപ്പുറം ജില്ലയില് സൈറാം മലപ്പുറം ജില്ലയിലെ അരിയല്ലൂർ സമിതിയിലാണ്. പിന്നെ ഹസ്ബൻഡ് സുരേഷ് എം.ആർ. സൈറാം. അനുഭവങ്ങൾ എന്ന് പറയുമ്പം അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ സ്വാമി എങ്ങനെയോ പിന്നെ സ്വാമി ഉണ്ട് എന്നുള്ള വിവരം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവാനാണ് എന്നൊന്നും തോന്നി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. 7 വയസ്സുള്ളപ്പോൾ തന്നെ ഞങ്ങൾ സാധാരണ കുടുംബം, സന്ധ്യക്ക് വിളക്ക് കത്തിക്കുക, നാമം ചൊല്ലുക എന്നതിനപ്പുറം വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വല്യമ്മയുടെ വീട്ടിൽ സത്യസായി ബാബയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ വല്യമ്മയുടെ മകള് പിന്നെ ഒരിക്കലും എന്നോട് പറഞ്ഞു, സ്വാമിന്റെ അടുത്തുനിന്ന് ഏട്ടന് സുഖമില്ലാണ്ടായപ്പോ ഞാൻ സ്വാമിയോട് കരഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് വിഭൂതി കിട്ടി. അന്ന് വിഭൂതി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരു പോസിറ്റീവായിട്ടുള്ള സ്വാമിയെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം കുട്ടിക്കാലത്തെ എൻ്റെ ഉള്ളിൽ സ്വാമി ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ ചെറിയമ്മയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിന്റെ ഒരു മോശപ്പെട്ട സ്വഭാവം സ്വാമി ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കി. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴും സ്വാമി ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. അവരുടെ മകള് ബാലവികാസിന് പോണു. ബാലവികാസ് എന്താണ്, ഏതോ ഒരു ക്ലാസ് എന്ന് മാത്രമേ ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വാമിയിലേക്ക് പൂർണ്ണമായിട്ടും വരുന്നത്. ബാലവികാസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സമിതിയിൽ പോകുന്നു, ഭജനയ്ക്ക് പങ്കെടുക്കുന്നു. അങ്ങനെ സ്വാമിയുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഒരു ദശരകാലത്ത് കോവിഡ് വന്ന സമയത്ത് ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തു. അപ്പൊ രാവിലെ പോയ വൈകുന്നേരം സ്കൂളിൽ എത്തുമ്പം നോർമലി എനിക്ക് പ്രസാദം വെക്കാനോ ഒന്നിനും സാധിക്കാത്തതുകൊണ്ട് സാധാരണ നമ്മൾ 9 ദിവസം പ്രസാദം ഒന്നും വെക്കാറില്ലായിരുന്നു. അഷ്ടമിക്കും നവമിക്കും ദശമിക്കും മാത്രമേ വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ കോവിഡ് വന്ന സമയമായതുകൊണ്ട് നമുക്ക് മകള് പറഞ്ഞ് നമുക്ക് എന്നും പ്രസാദം വെക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നും പ്രസാദം വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചത് കൊഴുക്കട്ടയാണ്. അപ്പൊ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി, കാരണം അത് ചൂടാണ്, സ്വാമിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ ചൂടുണ്ടെങ്കിൽ എന്ന് കരുതി കുറച്ച് നേരത്തെ ഉണ്ടാക്കി അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഭജന തുടങ്ങുമ്പം അത് കൊണ്ടേ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭജന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ആ അടപ്പൊന്ന് നീങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ചൂടുണ്ടാവാൻ വഴിയില്ല, കാരണം ആ ചൂട് നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആവി കാരണം അത് നീങ്ങിയതൊന്നും ആവാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും എങ്ങനെയോ നീങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ ഭജന തുടർന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് ആ അടപ്പ് വീഴാൻ സാധ്യതയില്ല, എന്നാലും ആ അടപ്പ് അങ്ങോട്ട് ശരിക്കും താഴോട്ടേക്ക് അങ്ങോട്ട് വീണു. അത്ര ഒരു അനുഭവമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. സ്വാമി ഒരു കൊഴുക്കട്ട കഴിച്ചിരുന്നെങ്കിൽ സന്തോഷമാവുമായിരുന്നു. പക്ഷെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല. പലരുടെയും വീടുകളിൽ സ്വാമി പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയും സ്വാമിയിലേക്ക് തന്നെ സറണ്ടർ ചെയ്തിട്ട് ഇങ്ങനെ സ്വാമി എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ എല്ലാം സ്വാമിയെ തന്നെയാണ്. വിഷമമുള്ള ഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ടു നടക്കും എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുകയാണെന്ന് എന്നെ കൊണ്ടു നടക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിഷമങ്ങളൊന്നും തന്നെ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മക്കള് സ്വാമിയുടെ സ്കൂൾ സാധാരണ മക്കളെയും എനിക്ക് സ്വാമിയുടെ ഇതിലേക്ക് വരുത്താൻ പറ്റിയെന്നുള്ളത് വേറൊരു ഒരു അനുഭവമായിട്ട് തന്നെ ഞാൻ പറയുന്നത്. കാരണം സ്വാമിയുടെ സ്കൂളിൽ പഠിക്കുക എന്ന് പറയുമ്പം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ മക്കൾക്ക് അവിടെ പഠിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിരുന്ന ഒരു സന്ദർഭത്തിൽ അവരെന്നെ അവിടെ പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ പഠിക്കുകയൊക്കെ ഉണ്ടായി. രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടില്ല. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അത് ചെയ്യുമോ എന്നൊരു സംശയം തോന്നിയിരുന്ന ഒരു ഇതില് അങ്ങനെ. അപ്പൊ അതന്നെ എൻ്റെ ഒരു അനുഭവമായിട്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ. സൈറാം ചേച്ചി. ഭഗവാന്റെ വെച്ചോളൂ. സൈറാം ഭഗവാന്റെ കഴിഞ്ഞിട്ട് ഒരു ഭജന പാടും. ఇది ఏమిటి? What is this? ఇది పుష్పం. This is a flower. ఇది పుష్పం అని అందరూ వర్ణిస్తుంటారు. People go on describing this flower.
ఇది దైవ హృదయ పుష్పము. God is the real flower. ఇది పుష్పం సామాన్యమైనది కాదు. Flower is not ordinary one. ఇది భగవంతుని యొక్క హృదయంతో కూడినటువంటిది. This is symbolic of the heart of God. దీనికి ఎన్నో రేఖలు ఉంటున్నవి. It has got so many ఈ petals. రేఖలన్నీ నువ్వు తీసివేస్తే పుష్పం ఎక్కడుంది? When you go on removing petals, where is the flower? కనుక ఈ రేఖలే భగవంతుని యొక్క లేఖలు. Rekalu, the petals, are the lekalu, the letters of the divinity. ఎవరి ప్రేమలోని లేఖ ఒక్కటి తప్పిపోయిందా వాడు ప్రేమ స్వరూపుడే కాదు. If one misses this letter of love, you cannot call him the embodiment of love. దీని అన్నింటికి ఆధారం ఒక్కటే. There's only one fundamental basis for all. అది ఏ మూలాధారమైనటువంటి యొక్క ఆత్మ. That is the primordial principle of the self or Atma. ఆత్మనే ప్రేమ అని పిలుస్తూ వచ్చారు. The self or Atma is love. దానిని మరొక రీతిగా పిలుచుటకు పేరు లేదు. You cannot call it by any other name other than this Atma. ఈ ఆత్మకే అనేక రకములైనటువంటి ప్రేమలు. It is this Atma that manifests in varied manner. మన తల్లి తండ్రి సోదరులు సోదరి వీరందరూ కూడాను ఈ యొక్క పుష్పం యొక్క రేఖలే. The mother, father, brothers and sisters all represent the petals of అందరూ this. చేరినటువంటిది కుటుంబము అనేటువంటి పుష్పము. All together constitute the flower of the family. కనుక మనం ఒక కుటుంబ ప్రేమలుగా ఉంటున్నంత మాత్రంలో చాలదు. It's not enough if you have this family relationship. విశ్వ కుటుంబీకుడుగా నీవు కావాలి. One should belong to this universal family, family of ఎవరిని universe. చూచినా నమస్కారం 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 నమస్కారం. You should be able to respect, salute, namaskar everyone whom you come across. സായിരാം ഭജന പാടിക്കോളൂ. ओम श्री साईराम। रामचंद्र प्रभु रघुवंश राम, रामचंद्र प्रभु रघुवंश राम, सीतापते जय जानकी राम, सीतापते जय जानकी राम, अहल्योद्धारक सुगुणाभिराम, अहल्योद्धारक सुगुणाभिराम, रावण संहार कोदंड राम, रावण संहार कोदंड राम, अयोध्य राम पट्टाभिराम, अयोध्य राम पट्टाभिराम, नव नव कोमल श्री साई राम, नव नव कोमल श्री साई राम, सीतापते जय जानकी राम, सीतापते जय जानकी राम, रामचंद्र प्रभु रघुवंश राम, सीतापते जय जानकी राम, अहल्योद्धारक सुगुणाभिराम, रावण संहार कोदंड राम, अयोध्य राम पट्टाभिराम, नव नव कोमल श्री साई राम, सीतापते जय जानकी राम, सीतापते जय
जानकी राम रामचंद्र प्रभु रघुवंश राम. സായിരാം. മോളെ ഗായത്രി, ആ ഒരു മിനിറ്റ്. മോളുടെ പിന്നെ പ്രശാന്തി ടച്ച് ഉണ്ട് ഭജനയില്. പിന്നെ മോളൊരു കാര്യം ചെയ്യൂ, മോളുടെ അനുഭവങ്ങൾ പറയൂ. അമ്മക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, സമയമുണ്ട്. അപ്പൊ മോള് കുറച്ച് അനുഭവങ്ങൾ പറയൂ കേട്ടോ. സ്വാമി അടുത്ത് പോയതല്ലേ. സായിരാം ഓക്കെ, ആന്റി, എല്ലാവർക്കും പറഞ്ഞോളൂ. സായിരാം. സൈരാം. ആന്റി പറഞ്ഞ പോലെ ഭജനയുടെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തോളൂ. ഓക്കെ. എൻ്റെ പേര് ഗായത്രി. അമ്മയാണ് ഇപ്പം ലക്ഷ്മി അമ്മ ഇപ്പൊ ഇവിടെ വായിച്ചു, പ്രേമവാഹിനി വായിച്ചു. ഞാന് അനന്തപൂരില് ഭഗവാന്റെ കോളേജില് 2019-21 MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് പഠിച്ചത്. ഭഗവാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭഗവാൻ നടത്തി തന്നു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു. ഞാന് അനുഭവം എന്ന് പറയാൻ ഒരു കാര്യം, ഞാൻ അനന്തപൂരില് പോയിട്ട് അവിടെ നിന്ന് പഠിച്ചു വന്നത്, അതായത് എനിക്ക് വലിയ സാധനമൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീക്കില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല തിരിച്ചു വന്നിട്ട്. പക്ഷെ ഒരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞു വന്നിട്ടും ഭഗവാനായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോ റൂമില് ഭഗവാന്റെ, നമ്മള് അനന്തപൂർ കോളേജിൽ ഇങ്ങനെ ചിറ്റെടുക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചിറ്റെടുക്കും. സമിതികളിലും ഇടയ്ക്ക് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു നമ്പർ എടുക്കും, അപ്പൊ ഭഗവാൻ നമ്മളോട് എന്താണോ പറയുന്നത് അത് നമുക്ക് ഭഗവാൻ നമ്മളോട് പറയുന്ന പോലെ. അപ്പൊ നമ്മളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഭഗവാൻ അങ്ങനെ തരാറുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ മറക്കാതെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, രാവിലെയും രാത്രിയും ഞാൻ ചിറ്റെടുക്കും. എന്റെ വീട്ടിൽ അമ്മയും അനിയനും പറയും സ്വാമിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ്, എന്ത് പറഞ്ഞാലും പോയി ചോദിക്കുന്നത്. സ്വാമി അടക്കം പറയും ഞാൻ സ്വാമിനെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് PhDക്ക് ജോയിൻ ചെയ്ത സമയത്ത്, എനിക്കിവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത് തൊട്ട് സമയത്ത് ആണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അപ്പൊ ഹോസ്റ്റലിൽ മാറിയതായിരുന്നു. അപ്പോ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലോട്ട് വന്നപ്പോ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നു. അങ്ങനെ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പൊ ഡോക്ടേഴ്സ് പറയും പ്രശ്നമൊന്നുമില്ല, എന്നാൽ തന്നെ എനിക്ക് പ്രശ്നമുണ്ട് താനും. അങ്ങനെ ഫൈനലി ഞങ്ങൾ 4-5 ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെ ഫൈനലി ഒരു ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, നമുക്ക് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് പ്രൊസീജിയർ ആയിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള കൂട്ടത്തിലാണ് ഞാന്. അപ്പോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ അസുഖം എന്താന്ന് അറിയും വേണം. അപ്പൊ പിന്നെ അത് ചെയ്യാതെ നിവർത്തിയില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ സ്കാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ അന്ന് രാവിലെ ഭഗവാനോടും പറഞ്ഞില്ല എനിക്ക് പേടിയാന്നുള്ളത്. പറയാൻ വിട്ടു. രാവിലെ ഇങ്ങനെ ഇറങ്ങി ഞാൻ ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ്. അമ്മ വീട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ എത്തി. അപ്പൊ ഇങ്ങനെ പേടി കൂടിക്കൂടി വന്നു. അപ്പോഴാണ് എന്റെ മുന്നിലൂടെ ഒരു ഓട്ടോ പോയത്. അപ്പൊ ഓട്ടോന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ശ്രീ മൂകാംബിക ദേവി എന്നോ അങ്ങനെ എന്തോ ആണ് എഴുതിയത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഭഗവാനോട് എന്റെ പേടി പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭഗവാനെ മൂകാംബികാദേവിയായിട്ട് വന്നിട്ട് എനിക്ക് സ്വാമി എന്നെ ഓർമ്മപ്പെടുത്തി ഭഗവാൻ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് ഓം ശ്രീ സായിരാം എന്ന് എഴുതിയ ഓട്ടോയില് 2 കൈയും അഭയഹസ്തമുള്ള ഒരു കൈയുള്ള സ്വാമിയുടെ ഫോട്ടോ ഉള്ള ഒരു ഓട്ടോയും ഓം ശ്രീ സായിരം എന്ന് എഴുതിയതും വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാനത് പറഞ്ഞതും ഞാൻ മനസ്സിൽ അത് വിചാരിച്ചതും ഒരു ഓട്ടോ അവിടെ സിഗ്നൽ കഴിഞ്ഞ് തിരിഞ്ഞു വന്നപ്പോ ആ ഓട്ടോയുടെ ടൈറ്റില് ഓം ശ്രീ സായിരാം എന്നും അതിന്റെ 2 സൈഡിലും സ്വാമിന്റെ അഭയഹസ്തമുള്ള ഒരു ഫോട്ടോയുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഭഗവാൻ അതിങ്ങനെ ഓർമ്മിപ്പിച്ചു. അതായത് എനിക്കിത് പേടിയുള്ളത് അമ്മേന്റെ അടുത്തും പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ടെൻഷൻ അടിക്കും. പിന്നെ എനിക്കിത് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഭഗവാന്റെ അടുത്തും ഇത് പറഞ്ഞില്ല, ആരടുത്തും പറഞ്ഞില്ല ഇത്. അപ്പൊ ആരടുത്ത് പറയുന്ന ആലോചിച്ചില്ല. പക്ഷെ ഭഗവാൻ ഒരു ഓർമ്മപ്പെടുത്തലായി ഭഗവാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് എനിക്കിതിന്ന് കിട്ടിയൊരു മെസ്സേജ്. അപ്പൊ ഞാൻ ഭഗവാനായിട്ട്
കോൺസ്റ്റന്റ്ലി ഇങ്ങനെ സംസാരിക്കാൻ നോക്കും. അപ്പോ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ മറക്കും, ഇടയ്ക്ക് മറക്കാറുണ്ട്, എപ്പോഴും ഉണ്ട് എന്നല്ല, പക്ഷെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഈ ചിറ്റ് എടുക്കാൻ പോകുമ്പോ അതാ ഞാൻ ഓർക്കും, ഇന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഭഗവാന്റെ അടുത്ത് സംസാരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. സായിരാം. നീ പറയാനുണ്ടോ മോക്ക്? ഇല്ല സായി. അനിയന് പറയാനുണ്ടോ? അനിയന് പറയാനുണ്ടോ? ഇല്ല, അനിയൻ ഇവിടെ ഇല്ല. അനിയനോടെ ഉണ്ടോ? ഇല്ല 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 ഉണ്ടോ? ഇല്ല, അവൻ ഇല്ല, ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കയറാം. സായി ഉപമ. നിങ്ങൾ രാധേശ്യാം എന്ന് ജപിക്കുമ്പോൾ ആ നാമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ശ്രദ്ധിക്കണം. രാധ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അത് ധര അഥവാ ഭൂമിയാണ്. ഭൂമിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ജഡമാണ്, അത് സൃഷ്ടിയാണ്. ശ്യാമ അഥവാ കൃഷ്ണ സൃഷ്ടാവാണ്, ആത്മതത്വമാണ്. ചിത്തം അഥവാ അവബോധമാണ്. പുരുഷൻ അഥവാ പരമാത്മാവാണ്, ബ്രഹ്മമാണ്, ശക്തിയാണ്. വ്യക്തി എന്ന് പറയുന്നത് ജീവാത്മാവാണ്, ഈശ്വരൻ പരമാത്മാവാണ്. നാമം ശക്തിയും തിരമാലകളെ പോലെ, ഒരു സമുദ്രത്തിലെ ശക്തിയും തിരമാല ജീവനുമാണ്. എല്ലാ സ്വാദുകളും എല്ലാ ശക്തികളും തിരമാലകളുടെ മേൽ ഉണ്ടെങ്കിലും സമുദ്രത്തിൽ നിന്നുമാണത് ഉണ്ടാകുന്നത്. അവയെ സമുദ്രത്തിൽ തന്നെ അവ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ തിരമാലയുടെ നാമരൂപങ്ങളുടെ അപ്രത്യക്ഷമാകലാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിൽ ലയിക്കുന്ന തിരമാലയുടെ അവസ്ഥയാണ് ജീവാത്മാവ് പരമാത്മാവുമായിട്ട് സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് വ്യക്തിത്വം എന്ന വ്യഷ്ടി ജീവാത്മാവ് പരമേഷ്ഠി എന്ന പരമാത്മാവിൽ ലയിച്ചു ചേരുന്നതിനാണ് മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത്. ജയ സായിരാം. ഗീത പറഞ്ഞോളൂ. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.